ഹായ് മക്കളെ, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പാത്തോളജിയുടെ MCQ ഡിസ്കഷനാണ് നമ്മൾ നടത്താൻ പോകുന്നത്. നമ്മൾ സുവോളജി അല്ല, കെമിസ്ട്രി മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സുവോളജി ഉണ്ടായിരുന്നു, 50 മാർക്കിന് സുവോളജി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ 50 മാർക്കിന് കെമിസ്ട്രിയും ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഞാൻ എന്ത് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, കെമിസ്ട്രി മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. 50 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്, 50 MCQ ക്വസ്റ്റ്യൻസ്, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ പേഴ്സണലി ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഒരു സ്പെസിഫിക് ടോപ്പിക്ക്, ലെറ്റ്സ് എ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുകയും ബാക്കിയുള്ള ടോപ്പിക്കിൽ നിന്ന് ഒന്നും ചോദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയൊന്നുമില്ല. എല്ലാ ടോപ്പിക്കിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇനി മുതൽ സെലക്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു കാര്യം വർക്ക് ആവത്തില്ല മക്കളെ, അല്ലേ? ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമായിരുന്നു, കോർഡിനേഷനിൽ നിന്ന് 6ഉം 7ഉം ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുക, അതേപോലെ കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ടോപ്പിക്ക് സ്പെസിഫൈ ചെയ്ത് പഠിച്ചിട്ട് ബാക്കിയുള്ള കുറച്ച് ടോപ്പിക്ക് പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എല്ലാ ടോപ്പിക്കിൽ നിന്നും വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല രീതിയിൽ എല്ലാ ടോപ്പിക്കും ഡെപ്തിൽ നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനി എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു ഹിൻഡ് HSAയുടെ എക്സാമിനൊക്കെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യുന്നതാണ്, അല്ലേ? KMML ആണെങ്കിലും HSA ആണെങ്കിലും ഏത് എക്സാം ആണെങ്കിലും നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, HSAയിലൊക്കെ കോർഡിനേഷൻ നമ്പർ 8 അല്ല, കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഇവർ ചോദിക്കുന്നുണ്ടെന്ന്. അല്ലെങ്കിൽ നേരത്തെയൊക്കെ കോർഡിനേഷൻ നമ്പർ 4, 5, 6 ഇതുകൊണ്ട് നിർത്തുമായിരുന്നു. പക്ഷേ കോർഡിനേഷൻ നമ്പർ 8 വരുന്ന ഒരു ക്വസ്റ്റ്യനൊക്കെ ഇവിടെ ചോദിച്ചിരുന്നു, അല്ലേ? അപ്പോൾ ഇനി മുതൽ നിങ്ങൾ PSCയുടെ സിലബസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഡെപ്തിൽ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. ഇവരുടെ ഒരു ഷിഫ്റ്റ് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. നല്ല ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഇസ് നോട്ട് ലീനിയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. SnCl2 നോക്കിയേ, SnCl2 ദാ കാർബണിൻ്റെ ഗ്രൂപ്പാണ്, അല്ലേ? കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ. അപ്പോൾ 4 വാലൻസ് ഇലക്ട്രോൺ, 2 ബോണ്ടിങ്ങിൽ 1 ലോൺ പെയർ. ലോൺ പെയർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവാം ഇതെന്തായിരിക്കും, V ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ആയിരിക്കും. ലീനിയർ ആയിരിക്കത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓപ്ഷൻ A എന്താണ്, കറക്റ്റാണ്. ഇനി BF2 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അല്ലേ? ഇത് 2 വാലൻസ് ഇലക്ട്രോൺ, ലീനിയർ. ഇനി I3- എപ്പോഴും പറയുന്ന കാര്യമാണ്, അല്ലേ? I3- എന്നൊക്കെ പറഞ്ഞാൽ ദിസ് ഇസ് യുവർ I3-, ഒരു ലോൺ പെയർ, 2, 3. ഇനി അടുത്ത എന്താ, XeF2 ആണെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കിക്കോ. XeF2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ XeF2, ദിസ് ഇസ് യുവർ XeF2. എഗെയിൻ എന്താണ്, ലീനിയർ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. +2 ലെവലിൽ നിന്നും ഡിഗ്രിയിൽ നിന്നും MSCയിൽ നിന്നും എല്ലാം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ക്വസ്റ്റ്യൻ ആണെന്ന്. ഓക്കെ, ഓപ്ഷൻ A കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ, BCl3 ഓൺ റിഡക്ഷൻ വിത്ത് LiAlH4 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെത്തഡ് ഓഫ് പ്രിപ്പറേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്. ബൊറാസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, അല്ലേ? B3N3HS6. അപ്പോൾ ഇതിൻ്റെ ഒക്കെ മെത്തഡ് ഓഫ് പ്രിപ്പറേഷൻ ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത് വളരെ സിമ്പിളാണ്. BCl3 LiAlH4 റിയാക്ട് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് വോട്ട്, ഡൈബോറൈൻ. നമ്മൾ ക്ലാസ്സിലൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഓപ്ഷൻ B. 53, which of the following statement is correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൺജുഗേറ്റ് ബേസ് ഓഫ് NH2- is NH3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ കോൺജുഗേറ്റ് ബേസ്? ഇപ്പോൾ HCl ഞാൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കോൺജുഗേറ്റ് ബേസ് എന്തായിരിക്കും? Cl- ആയിരിക്കും. അതായത് Cl- is the conjugate base of what? Conjugate base of HCl എന്ന് നമുക്ക് പറയാൻ പറ്റും. H+ന് വിട്ടുകൊടുക്കുക, HCl നിന്ന് ഒരു H+ വിട്ടുകൊടുത്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ കോൺജുഗേറ്റ് ബേസ്. അതേപോലെ NH2- എന്ത് ചെയ്തോടാ, ഒരു H+നെ വിട്ടുകൊടുത്തോളൂ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? NH2- കിട്ടും. ദിസ് ഇസ് ദി കോൺജുഗേറ്റ് ബേസ് ഓഫ് വാട്ട്? കോൺജുഗേറ്റ് ബേസ് ഓഫ് NH2-. അതാണോ കൊടുത്തിരിക്കുന്നത്? അല്ല. അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. NH3 ആണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇൻസ്റ്റെഡ് NH3യിൽ നിന്ന് ഒരു H+ വിട്ടുകൊടുത്താൽ NH2- ഈസ് ദി കോൺജുഗേറ്റ് ബേസ് ഓഫ് വാട്ട്? NH3 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ 1 എന്താണ്? തെറ്റാണ്. ഇനി AlCl3 is an example of അറീനിയസ് ആസിഡ്. എന്താണ് അറീനിയസ് ആസിഡ് എന്ന് പറഞ്ഞാൽ? വിച്ച് റിലീസസ് H+ അയോൺസ്. H+ ഉണ്ടോ? ഇല്ല. ഇൻസ്റ്റെഡ് AlCl3 എന്താ? ഒരു ലൂയിസ് ആസിഡ് ആണ് എന്നുള്ളത് നമുക്കറിയാം.
അപ്പോൾ ഇതും എന്തായി തെറ്റാണ്. Cu+ and Pt2+ are ഹാർഡ് ആസിഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് പ്രിൻസിപ്പിളാണ്? HSAB പ്രിൻസിപ്പിൾ. ഓക്കെ, എപ്പോഴും ചോദിക്കുന്നതാണ്. ഹാർഡ് സോഫ്റ്റ് ആസിഡ് ബേസ് തിയറി. ഇവർ രണ്ടുപേരും എന്താണ്? സോഫ്റ്റ് ആസിഡ്സ് ആണ്. ബോത്ത് ആർ വോട്ട്? സോഫ്റ്റ് ആസിഡ്സ്. അപ്പോൾ ഇതും തെറ്റാണ്. FeCl3 ഈസ് ലൂയിസ് ആസിഡ്. കറക്റ്റ് ആണ് അല്ലേ? FeCl3 എന്താണ്? AlCl3 പോലെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. സോ ഇറ്റ്സ് എ ലൂയിസ് ആസിഡ്. ഓപ്ഷൻ ഡി കറക്റ്റ് ആണ് അല്ലേ? 54. Okay, trivalent cation of a transition metal M forms octahedral complex with ligand A and B of formula what? Ma4b2. Ma4b2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് ജോമെട്രിക്കൽ ഐസോമറിസം. ഞാനൊരു ലെക്ചർ ചെയ്തിട്ടുണ്ട് അല്ലേ നിങ്ങളോട്. എപ്പോഴും ഞാൻ പറയുന്നതാണ് നിങ്ങളിത് കാണാൻ. ജോമെട്രിക്കൽ ഐസോമറിസം, ഒപ്റ്റിക്കൽ ഐസോമറിസം, ഷോർട്ട് ട്രിക്കൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് Ma4b2ഉം Ma3b3 ഒക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഫാക് മെർ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര എന്നാണ്? ട്രാൻസും സിസും. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. 2 ജോമെട്രിക്കൽ ഐസോമറിസമാണ്. ഓക്കെ, 2 ജോമെട്രിക്കൽ ഐസോമേഴ്സ് ആണ്. ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കണം. യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ? 54A. അടുത്ത ചോദ്യം, വിച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മിനിറ്റ്. മേ ബി ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അറിയത്തുണ്ടാവത്തില്ല, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ഒന്ന് നോക്കി. CuH262+ ഹാസ് എ റെഗുലർ ഒക്ടാഹെഡ്രൽ ജോമെട്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എവിടെ? നമ്മൾ കേരാഫെഡിൻ്റെ അല്ലേ, കേരാഫെഡിൻ്റെ ഒരു സീരീസ് നടത്തുന്നുണ്ട്, മൊഡ്യൂൾ വൈസ് എക്സാം. അവിടെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. മൊഡ്യൂൾ 2-ൽ CuH262+ ഒന്ന് കണ്ടു നോക്കൂ. ഓക്കെ, എന്താണ് നമ്മുടെ ജോൺ ടെല്ലാർ ഡിസ്റ്റോഷൻ ഇവിടെ നടക്കുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജോൺ ടെല്ലാർ ഡിസ്റ്റോഷൻ Cu2+ ആണല്ലേ, വിച്ച് മീൻസ് D9 കോൺഫിഗറേഷൻ ആണ്. ഇങ്ങനെയൊക്കെ വരച്ചിട്ട് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ്? യെസ്, EGയിൽ എന്താണടാ? അൺസിമെട്രിക്കൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ട്രോങ് ജോൺ ടെല്ലാർ ഡിസ്റ്റോഷൻ സംഭവിക്കും. ഓക്കെ, ആക്സിയൽ ബോണ്ടിന് എന്ത് നടക്കും? ആക്സിയൽ ബോണ്ട് ലെങ്ത്തിന് ഇലോങ്ങേഷൻ നടക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കത്തില്ല, അതായത് ഇങ്ങനെയാണല്ലേ. യെസ്, ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ Cu ഇങ്ങനെ വരുവാണ്. CuH2O ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? ഈ H2O ബോണ്ട് ലെങ്ത് എന്തായിരിക്കും? ഇത് താഴോട്ട് ഉണ്ടാവും കേട്ടോ. എന്തായിരിക്കും? ബോണ്ട് ലെങ്ത് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തായിരിക്കത്തില്ല? ഒരു റെഗുലർ ഒക്ടാഹെഡ്രൽ ആയിരിക്കത്തില്ല അല്ലേ? റെഗുലർ ഒക്ടാഹെഡ്രൽ ആണെങ്കിൽ ഓൾ ബോണ്ട് ലെങ്ത് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇവിടെ എന്തായിരിക്കും? ആക്സിയൽ ബോണ്ട് ലെങ്ത് എന്താണ്? കുറച്ച് കൂടുതലാണ്. സോ ദാറ്റ്സ് ഇറ്റ്. റെഗുലർ ആണോ? അല്ല. അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. ഇനി അടുത്തത് ട്രാൻസ് എഫക്റ്റ്. ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. ട്രാൻസ് എഫക്റ്റിൻ്റെ ലിഗാൻഡിൻ്റെ ഓർഡർ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? NH3 ഹാസ് ഹയർ ട്രാൻസ് എഫക്റ്റ് ദാൻ വോട്ട്? Cl-. ആണോ? അല്ല. Cl- ഉണ്ട്, NH3 ഉണ്ട്. Cl- എന്താണ്? ട്രാൻസ് എഫക്റ്റ് കൂടുതലാണ്. എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഓക്കെ, ഇതൊക്കെ ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ കോമ്പൗണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. PtNH3 Cl2 എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിനെ വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസ് എഫക്റ്റ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. Cl-. അപ്പോൾ Cl- ഇവിടെ കൂടുതലാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും, ട്രാൻസ് എഫക്റ്റ് അല്ലേ. സോ ഇതും എന്താണ്? തെറ്റാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തായിരിക്കും? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, അങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 12-phosphotungstic acid ഹാസ് വോട്ട്? കെഗിൻ സ്ട്രക്ചർ എന്നുള്ളത് കറക്റ്റ് ആൻസർ ആണ്. ഇത് മേ ബി നിങ്ങൾക്ക് അറിയത്തുണ്ടാകത്തില്ല. ഇനി അറിഞ്ഞിട്ടില്ലെങ്കിലും എലിമിനേഷൻ മെത്തേഡ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. 56. The number of possible microstate corresponding to the electronic configuration having the ground state term 5D എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 5D എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മക്കളെ? ഇതാ ഇങ്ങനെ എഴുതി കൂടെ നമുക്ക്. ഇതെങ്ങനെയാണ് വരുന്നത്? 2s+1l. അതായത് 2s+1 എന്ന് പറഞ്ഞാൽ എന്താ? വാല്യൂ എന്താ? 2s+1 is equal to 5. അപ്പോൾ s is equal to എന്ത് വരും? സ്പിൻ is equal to 2 എന്ന് വരും. ഓക്കെ, എല്ലിൻ്റെ വാല്യൂ എന്താണ്? l is equal to 2 വരുമ്പോഴല്ലേ D എന്ന് വരുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ L2 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ D ഓർബിറ്റൽ. ഓക്കെ,
നമ്മുടെ മനസ്സിലായോ? L2 എന്ന് പറഞ്ഞാൽ ഡി. ഓക്കെ, അതായത് ഡി ഓർബിറ്റൽ. എന്നിട്ട് എസ് എത്രയാ? സ്പിൻ എത്രയാ? 2. സ്പിന്ന് 2 വരണമെങ്കിൽ 1 2 3 4 ഇങ്ങനെ വരത്തില്ലേ? വിച്ച് മീൻസ് ഇവിടെ കോൺഫിഗറേഷൻ എന്താ? D4 കോൺഫിഗറേഷൻ ആണ്. D4 കോൺഫിഗറേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു ഓക്കെ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ n എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? യെസ്, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്ര വരാം? 10 വരാം. 10 ഫാക്ടോറിയൽ ബൈ r 4 ആണല്ലേ? യെസ്, 4 ഫാക്ടോറിയൽ ബൈ 10 മൈനസ് 4 എന്ത് വരും? 6 ഫാക്ടോറിയൽ. അപ്പോൾ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. എന്തായിരിക്കും? 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഫാക്ടോറിയൽ എന്നുള്ള രീതിയിൽ വരാൻ പറ്റും. അപ്പോൾ 6 ഫാക്ടോറിയൽ 6 ഫാക്ടോറിയൽ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സോ നോക്കിക്കോളൂ. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4 ഫാക്ടോറിയലിന് ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണ്. 4 ഇൻറ്റു 3 ഇൻറ്റു 2 എന്നുള്ള രീതിയിൽ. സോ 4 2 എന്ത് ചെയ്യുന്നു? ഞാൻ ക്യാൻസൽസ് ഔട്ട് ചെയ്യുന്നു. 3നെയും ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, യെസ്. അപ്പോൾ എന്തായിരിക്കും? 7 3 21 210. യെസ്, 210 എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടും. ഓക്കെ, എന്നു പറഞ്ഞാൽ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡി സബ്ഷെല്ലിൽ, ഡി ഓർബിറ്റലിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാ? യെസ്, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു 10. ആർ എന്ന് പറഞ്ഞാൽ ദാ എത്ര ഇലക്ട്രോൺ ഉണ്ട്? D4 4. ഓക്കെ, എന്നിട്ട് ബാക്കി ചെയ്താൽ മതി. സിമ്പിളായിട്ട് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് കിട്ടും, വിച്ച് ഇസ് 210. ഓപ്ഷൻ ഡി. 57. The electrogenic activity of Na plus പൊട്ടാഷ്യം പമ്പ്. സോഡിയം പൊട്ടാഷ്യം പമ്പ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? വളരെ സിമ്പിൾ ആണടാ. എന്തായിരിക്കും? ഇത്ര കാര്യമേ ഉള്ളൂ. 3 Na പ്ലസ് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നു. 3 Na പ്ലസ് ഇൻസൈഡിൽ നിന്ന് എവിടത്തേക്ക് പോകുന്നു? യെസ്, ഇൻസൈഡിൽ നിന്ന് ഔട്ട്സൈഡിലേക്ക് പോകുന്നു. ഓക്കെ, ഔട്ട്സൈഡിൽ നിന്ന് ഇൻസൈഡിലേക്ക് എന്ത് ചെയ്യുന്നു? യെസ്, ഔട്ട്സൈഡിൽ നിന്ന് യെസ് 2K പ്ലസ് ഇൻസൈഡിലേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും ഇൻസൈഡിൽ എന്താടാ? ഇവിടുന്ന് 3 ആൾ പോകുന്നു അല്ലേ? 3 ആൾ പോകുന്നു, 2 ആളെ വരുന്നുള്ളൂ. അതായത് ഇവിടെ ഒരു നെറ്റ് ലോസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഉണ്ട്. നെറ്റ് ലോസ് ഓഫ് പോസിറ്റീവ് ചാർജ് അല്ലേ? 3 ആൾ പോകുന്നു, 2 ആളെ വരുന്നുള്ളൂ. അതായത് നെറ്റ് ലോസ് ഓഫ് പോസിറ്റീവ് ചാർജ്. ഒരു പോസിറ്റീവ് ചാർജ് എന്താണ്? നഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ എന്താടാ? അതായത് പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു? ലൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ദ ഡെവലപ്മെന്റ് ഓഫ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ സെൽ അല്ലേ? ഇവിടെ എന്താണ്? പോസിറ്റീവ് ലൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? യെസ്, നെഗറ്റീവ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ജനറേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. യെസ്. 58. The light absorption maximum of PS2. ഓക്കെ, PS2 ആൻഡ് PS1. ഓക്കെ, അറിഞ്ഞിരിക്കണം. പ്രൈമറി റിയാക്ഷൻ സെൻറ്റർ അല്ലേ? റിയാക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത് എന്താ? PS2 ആണെങ്കിൽ ദാറ്റ് ഈസ് P680. ഓക്കെ, PS1 ആണെങ്കിലോ P700. ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫോട്ടോസിന്തസിസുമായി റിലേറ്റഡ് ആണ് അല്ലേ? അപ്പോൾ PS1 700 ആണ്, 2 എന്താണ്? 680 ആണ്. സിംപ്ലി ദാറ്റ് ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ F19 NMR സ്പെക്ട്രം ഓഫ് PCl2 F3. ഇതും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ? ഏതാ കോൺസെപ്റ്റ് ആണ്? ഇസ് ബെറി സ്യൂഡോ റൊട്ടേഷൻ. ദിസ് ഇസ് യുവർ ബെറി സ്യൂഡോ rotation. So this is like this PCl2F3. ഓക്കെ, ഇവിടെ എന്തുണ്ടാവും? ഈ ഫ്ലൂറിൻ തമ്മിൽ റാപ്പിഡ് എക്സ്ചേഞ്ച് ഉണ്ടാകും അല്ലേ? റാപ്പിഡ് എക്സ്ചേഞ്ച് പോസിബിൾ ആണ്. റാപ്പിഡ് എക്സ്ചേഞ്ച് അതായത് NMR സ്പെക്ട്രയിൽ 19F നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവരെന്തായിരിക്കും? ഇത് ഇവിടെ ആക്ച്വലി എന്താണ്? 2 ആക്സിയലുണ്ട്, ഒരു ഇക്വിറ്റോറിയലുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്? റാപ്പിഡ് എക്സ്ചേഞ്ച് ആണ് അല്ലേ? അതായത് NMR സ്പെക്ട്രോസ്കോപ്പിക്ക്, NMR മെഷീന് ഈ 3 ഫ്ലൂറിനെയും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും? സിംഗിൾ സിഗ്നൽ ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. കാര്യങ്ങൾ മനസ്സിലാക്കണേ. എന്താ പറയുന്നത്? ഇവിടെ എന്തായിരിക്കും? റാപ്പിഡ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും? NMR മെഷീന് ഇവർ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഭയങ്കര റാപ്പിഡാണ്. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? സിംഗിൾ സിഗ്നൽ ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ എന്തുണ്ട്? ഈ ഫോസ്ഫറസുമായിട്ട് ഇവരെന്ത് ചെയ്യും? ഇൻറ്ററാക്ട് ചെയ്യും. കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ ഫ്ലൂറിൻ സിംഗിൾ സിഗ്നലാണ്, പക്ഷേ എന്ത് ചെയ്യും? ഇവിടെ ഈ ഫോസ്ഫറസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും? 2Ni+1. ഓക്കെ, സ്പ്ലിറ്റിങ് അല്ലേ? ഈ സിഗ്നൽ സ്പ്ലിറ്റ് ആവും. 2 × 1. ഫോസ്ഫറസിൻ്റെ I എന്ന് പറയുന്നത് 1/2 + 1. അപ്പോൾ എന്തായിരിക്കും? യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.
ഓക്കെ, അതായത് ഇത് സിംഗിൾ ആയിരുന്നു, സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡബ്ലറ്റ് ചെയ്യും അല്ലേ, വിച്ച് മീൻസ് ഓപ്ഷൻ സി സിംഗിൾ ഡബ്ലറ്റ് എന്നുള്ള രീതിയിൽ ആൻസർ വരും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് അബൌട്ട് ഫെറോസിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. യെസ്, ആദ്യത്തെ അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ നോക്കി, ഫെറോസിൻ ഒബേസ് 18 ഇലക്ട്രോൺ റൂൾ. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് അല്ലേ. എങ്ങനെയാണ്? Fe2+ ആണ്, Cp യെസ് ട്വൈസ് -2- എന്നുള്ള രീതിയിൽ അല്ലേ. Fe2+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ് 3d6. അപ്പോൾ 6 ഇലക്ട്രോൺ അല്ലേ, ദിസ് ഇസ് 6 ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്യും. Cp മൈനസ് എന്ന് പറയുമ്പോൾ 2 × 6 ആയിരിക്കും അല്ലേ. ഇവർ എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? യെസ് 6 കോൺട്രിബ്യൂട്ട് ചെയ്യും, 6 ഇലക്ട്രോൺ. അപ്പോൾ എന്തായിരിക്കും ഇവിടെ? സോ ദാറ്റ് ഈസ് 18 ഇലക്ട്രോൺ. ഒരു പ്രശ്നമില്ല. അടുത്തത്, ഫെറോസിൻ ഷോസ് എക്സെപ്ഷണൽ തെർമൽ സ്റ്റെബിലിറ്റി അല്ലേ. യെസ്, എന്തുകൊണ്ടായിരിക്കും? ഇത് അരോമാറ്റിക് കോമ്പൗണ്ട് ആണല്ലേ. യെസ്, അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും? യെസ്, സ്റ്റേബിൾ ആയിരിക്കും. എക്സെപ്ഷണൽ സ്റ്റെബിലിറ്റിയും ഉണ്ട്, അതേപോലെ എന്തുകൊണ്ട്? തെർമൽ സ്റ്റെബിലിറ്റിയും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഓപ്ഷൻ 3യും എന്താണ്? കറക്റ്റാണ്. ഇനി ഒന്നാമത്തെ നോക്കി, ദ ക്രിസ്റ്റലൈൻ ഫേസ് ഓഫ് ഫെറോസിൻ അറ്റ് റൂം ടെമ്പറേച്ചർ ഈസ് മോണോക്ലിനിക്. കറക്റ്റ് ആണോടാ. റൂം ടെമ്പറേച്ചറിൽ ഇതെന്താണ്? മോണോക്ലിനിക് ആണ്. ആൻഡ് ഇവരെന്തായിരിക്കും? സ്റ്റാഗേർഡ് ആയിരിക്കും എന്നുള്ളതും കൂടെ ആലോചിച്ച് വെക്കുക. ഓക്കെ, ഇനി ലെസ് ദാൻ 144 കെൽവിനാണെങ്കിൽ ദസ് വിൽ ബി ട്രൈക്ലിനിക്. ഓക്കെ, ഇതെന്തായിരിക്കും? പാർഷ്യലി സ്റ്റാഗേർഡ് ആണ്, പാർഷ്യലി സ്റ്റാഗേർഡ്. ഓക്കെ, ഇനി ലെസ് ദാൻ 110 കെൽവിൻ ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഓർത്തോറോംബിക് ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് വോട്ട്? യെസ്, എക്ലിപ്സ്ഡ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. മിക്കവാറും ഈ കാര്യങ്ങളെ ചോദിക്കാറുള്ളൂ. ഓപ്ഷൻ എ എന്താണ്? കറക്റ്റാണ്. ഓക്കെ, ദ ക്രിസ്റ്റലൈൻ ഫേസ് ഓഫ് ഫെറോസിൻ അറ്റ് റൂം ടെമ്പറേച്ചർ ഈസ് വോട്ട്? മോണോക്ലിനിക്. ഇവർ സ്റ്റാഗേർഡ് ആണെന്നുള്ളതും ആലോചിച്ചു കേട്ടോ. സോ all of the above ആണ് 1, 2 and 3 are the correct answers. 61. Which of the following statement correctly describe characteristic application of inorganic solid materials എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനോർഗാനിക് സോളിഡ് മെറ്റീരിയൽസ്. അപ്പോൾ നോക്കിക്കോളൂ, കുറച്ച് ലെങ്തി ആണ് അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്താണ്? സോളിഡ് ഓക്സൈഡ് ഫ്യൂവൽ സെൽസ് ഓപ്പറേറ്റ് എഫക്റ്റീവ്ലി അറ്റ് റൂം ടെമ്പറേച്ചർ ആണോ? അല്ല. എന്താണ്? ഹൈ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഇതെന്താണ്? ഇത് തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, മെറ്റൽ റിച്ച് ഫേസസ് ആർ ടിപ്പിക്കലി അസോസിയേറ്റഡ് വിത്ത് കാറ്റയോണിക് കണ്ടക്ടിവിറ്റി ആണോ? അല്ല, മെറ്റാലിക് കണ്ടക്ടിവിറ്റി ആണ്. മെറ്റാലിക് കണ്ടക്ടിവിറ്റി ആണ്. അപ്പോൾ അതും എന്താണ്? തെറ്റാണ്. അടുത്തത് ഫോർത്ത് വണ്ണ് നോക്കി, ഇനോർഗാനിക് ഫോസ്ഫറസ് ആർ പ്രൈമർലി യൂസ്ഡ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കണേ മക്കളെ, ഇനോർഗാനിക് ഫോസ്ഫറസ് എന്ന് പറയുന്നത്, ഇനോർഗാനിക് ഫോസ്ഫറസ് എമിറ്റ് ലൈറ്റ്. ഓക്കെ, എമിറ്റ് ലൈറ്റ് വെൻ എക്സൈറ്റഡ്. ഇതാണ് ഇനോർഗാനിക് ഫോസ്ഫറസിൻ്റെ പ്രത്യേകത. ഓക്കെ, ടി വി സ്ക്രീൻസിലൊക്കെയാണ്, LED സ്ക്രീൻസിലൊക്കെയാണ് ഇവരെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്? സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസിൽ ഇവരെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്തത് ഓക്കെ, ഫുള്ളറൈഡ്സ് എന്താണ്? ആർ നോൺ ഫോർ എക്സിബിറ്റിംഗ് യുണീക്ക് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഡ്യൂ ടു ദ മോളിക്കുലർ സ്ട്രക്ചർ. അപ്പോൾ ഇതെന്താണ്? ഫുള്ളറൈഡ്സ് എന്താണ്? യെസ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ 3 ആണ്. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ ചെയ്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമുണ്ടാകത്തില്ല. ഓക്കെ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആപ്ലിക്കേഷൻ വുഡ് എ മെറ്റീരിയൽ വിത്ത് സ്ട്രോങ് പൈറോ ഇലക്ട്രിക് പ്രോപ്പർട്ടീസ് ബി മോസ്റ്റ് സ്യൂട്ടബിൾ? എന്താണ് ഈ പൈറോ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ? ഓക്കെ, പൈറോ ഇലക്ട്രിക്, നിങ്ങൾ പീസോ ഇലക്ട്രിക് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. പീസോ ഇലക്ട്രിക്, ഇതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു മെക്കാനിക്കൽ സ്ട്രെസ് കൊടുക്കുമ്പോൾ ഇലക്ട്രിക് ചാർജ് ഡെവലപ്പ് ആകുകയാണെങ്കിൽ അതിനെയാണ് പീസോ ഇലക്ട്രിക് എന്ന് പറയുക. ഇനി പൈറോ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പൈറോ എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ടെമ്പറേച്ചർ. എന്താണ്? യെസ്, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ചാർജ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇലക്ട്രിക് ചാർജ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൈറോ ഇലക്ട്രിക് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഇതെവിടെയാണ്? മോഷൻ ഡിറ്റക്ടേഴ്സ് ഇൻ ഇൻഫ്രാറെഡ് സെൻസേഴ്സ്. അതായത് ലെറ്റ്സ് സേ നമ്മുടെ അടുത്തൊരു ക്യാമറ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് ക്യാമറ. ഓക്കെ, നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരു ബോഡി ടെമ്പറേച്ചർ ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ക്യാമറയെ നിങ്ങളെ ഫോളോ ചെയ്യുന്നത്, ഇങ്ങോട്ട് തിരിയുന്നത് കാണാം അല്ലേ. യെസ്,
അതെന്തുകൊണ്ടാണ്? നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനെ ഡിറ്റക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇൻഫ്രാറെഡ് സെൻസേഴ്സ് വർക്ക് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആയിരിക്കും. മോഷൻ ഡിറ്റക്ടേഴ്സ് ഇൻ ഇൻഫ്രാറെഡ് സെൻസേഴ്സ്. 63. Which of the following application of nuclear reactors is primarily associated with the concept of critical size? നിങ്ങൾ അറിഞ്ഞിരിക്കണം, പവർ ജനറേറ്റർ ഇൻ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ടേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിട്ടിക്കൽ സൈസ് ആയിരിക്കണം. സൈസും അതേപോലെ തന്നെ മാസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ, ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെയിൻ റിയാക്ഷനൊക്കെ പ്രൊസീഡ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? ക്രിട്ടിക്കൽ സൈസും മാസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓപ്ഷൻ എ. 64. Which of the crystal defect is primarily responsible for enhancing electrical conductivity of semiconductors? അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഏതൊക്കെയാണ്. പി ടൈപ്പ് സെമി കണ്ടക്ടർ അല്ലേ, അതേപോലെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഹോൾസും ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ടായിട്ട് സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് ഡിഫക്റ്റാണ്? ദാറ്റ് ഈസ് പോയിന്റ് ഡിഫക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement about the temperature depends of conductivity in semiconductors? Again, semiconductors വെച്ചിട്ടാണ്. മോസ്റ്റ് അക്യുറേറ്റ് റിഗാർഡിങ് ഇറ്റ്സ് അണ്ടർലൈങ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരുന്നത്. നമുക്കറിയാം അല്ലേ, വാലൻസ് ബാൻഡും അതേപോലെ കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ ഒരു എനർജി ഗ്യാപ്പ്, ഇവിടെ ഒരു എനർജി ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ബിഹേവിയർ ഓഫ് പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് അറ്റ് ഇലവേറ്റഡ് ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈ ആക്കുന്നു. അങ്ങനെയാകുമ്പോൾ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ത്രൂ ബാൻഡ് തിയറി. കറക്റ്റ് അല്ലേ? വെർ ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ റെഡ്യൂസസ് ദി എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ഓഫ് കോഴ്സ് ആണല്ലേ. ഈ ഒരു വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഈ എനർജി ഗ്യാപ്പ് ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്താവും? സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ ഓപ്ഷൻ ബി എന്താണ്? കറക്റ്റാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. 66. IUPAC നെയിം ഓഫ് ദി ഗിവൺ കോമ്പൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ലോവസ്റ്റ് ലോക്കൻറ്റ് റൂൾ. ഓക്കെ, അതായത് ചെറിയ നമ്പേഴ്സ് കൊടുക്കുക. എങ്ങനെ കൊടുക്കാം? 1 2. ഓക്കെ, ഐ വിൽ ഡ്രോ ഹിയർ. ഓക്കെ, സൈക്ലോഹെക്സെയിൻ ഉണ്ട്, ഐസോപ്രൊപ്പൈൽ ഉണ്ട്, ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്ന് ഇങ്ങനെയുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിതാ സംഭവം ഞാൻ പറയുന്നത് 1 2 ഇങ്ങനെ കൊടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ലോക്കൻസിന് ഏതൊക്കെയാണ് നമ്പർ? 1 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, യെസ്. ഇനി എന്തൊക്കെയാണുള്ളത്? ഇനി നോക്കിയേ. ഇനി ഞാൻ വേറെ രീതിയിൽ നമ്പർ ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്പർ ചെയ്യുന്നതെങ്കിലോ 1 2 3 4. അപ്പോൾ ഏതൊക്കെയാണ് ലോക്കൻസിൻ്റെ നമ്പർ? 3 1 3 4. ഇനി അടുത്ത രീതിയിൽ ഞാനൊന്ന് നമ്പർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് നോക്കിയോളെ. യെസ്, ഞാൻ ഇതിന് നമ്പർ കൊടുത്തു 1 2 3 4. അപ്പോൾ 1 2 4 വരുന്നു. എന്നിട്ട് ഈ ലോക്കൻസ്, ഇതാണ് നമ്മുടെ ലോക്കൻസ്, സബ്സ്റ്റിറ്റ്യൂവൻസിൻ്റെ ലോക്കൻസ്. എന്നിട്ട് കമ്പയർ ചെയ്യുക. 1 1 1 ഒരു പ്രശ്നമില്ല. അടുത്ത കമ്പയർ ചെയ്യുക 2 3 2. അപ്പോൾ എന്താണ്? ഈ 3 കൂടുതലാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. അടുത്ത ലോക്കൻറ്റ് കമ്പയർ ചെയ്യുക. 4ഉം 5ഉം ഏതാണ് കുറവ്? യെസ്, 4 കുറവാണ്. അപ്പോൾ ലോവസ്റ്റ് ലോക്കൻറ്റ് റൂളാണ്. ലോവസ്റ്റ് ലോക്കൻറ്റ് റൂൾ. അപ്പോൾ ഏതൊക്കെയാണ് ലോക്കൻസ്? എവിടെയാണുള്ളത്? 1 2 ആൻഡ് 4. അപ്പോൾ നോക്കിക്കോളൂ എന്തായിരിക്കും? യെസ്, ദാറ്റ് ഈസ് ഇനി ആൽഫബറ്റിക്കൽ ഓർഡറിൽ കൊടുത്താൽ മതി. വിച്ച് ഇസ് 4 ഈത്തൈൽ 1 ഐസോപ്രൊപ്പൈൽ 2 മീത്തൈൽ സൈക്ലോഹെക്സൈൻ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ദിസ് ഇസ് യുവർ 4 ഈത്തൈൽ, പിന്നെന്താണ്? യെസ്, 1 ഐസോപ്രൊപ്പൈൽ, യെസ്, 2 methyl cyclohexane. That's your correct answer, option A. Lowest lockant rule. Okay. Next, the specific kind of isomerism shown by ബൈനോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഗെയിൻ ബൈനാൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. എന്താണ്? അട്രോപ്പ് ഐസോമെറിസം ആണ്. ഇതാ ഒരു ആക്സിയൽ കൈറാലിറ്റി ഇവിടെ പ്രസൻ്റ് ആണ് അല്ലേ. ആക്സിയൽ കൈറാലിറ്റി ഇവിടെ പ്രസൻ്റ് ആണ്. നമ്മുടെ HSSTയുടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. HSSTയുടെ ഒരു പ്രാക്ടീസ് ഗ്രൂപ്പ് അല്ലേ, അതിലൊക്കെ ഞാൻ ഈ ബൈനാലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അതായത് കൈറാൽ സെൻറ്റർ ആവശ്യമില്ല. ഇവിടെയൊന്നും കൈറാൽ സെൻറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. എന്നിട്ടും ഇവരെന്തായിരിക്കും? കൈറാൽ കോമ്പൗണ്ട്സ് ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? യെസ്, ഇവിടെ
ഈ സിംഗിൾ ബോണ്ടിലുള്ള റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. റൊട്ടേഷൻ ഈസ് ആക്ച്വലി എന്താണ്? റെസ്ട്രിക്റ്റഡ് ബിക്കോസ് ഓഫ് ദിസ് ബൾക്കിയർ ഗ്രൂപ്പ്സ് അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്സിയൽ കൈറാലിറ്റി. എന്തായിരിക്കും? അപ്പോൾ ഇതിനെയാണ് പറയുന്നത് നമ്മൾ യെസ് അട്രോപ്പ് ഐസോമറിസം ഷോ ചെയ്യും എന്നുള്ളത്. യെസ്, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ ക്രാംസ് റൂളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് ക്രാംസ് റൂള്? ലെറ്റ്സ് സേ എനിക്കൊരു കീറ്റോൺ ഉണ്ടെന്ന് വിചാരിക്കാം. ദിസ് ഇസ് മൈ കീറ്റോൺ അല്ലെങ്കിൽ ആൽഡിഹൈഡ്, ഒരു വിഷയമില്ല. ഓക്കെ, പക്ഷെ ഇവിടെ അഡ്ജസൻ്റ് ആയിട്ട് എന്ത് വേണടാ? യെസ്, ഒരു കൈറാൽ കാർബൺ വേണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ അഡ്ജസൻ്റ് ആയിട്ട് എന്ത് വേണം? യെസ്, ഒരു കൈറാൽ കാർബൺ വേണം. ഓക്കെ, എന്നിട്ട് ഒരു ന്യൂക്ലിയോ ഫൈൽ വരുന്നു, ആഡ് ചെയ്യുന്നു. മുകളിൽ നിന്ന് ആഡ് ചെയ്യോ താഴെ നിന്ന് ആഡ് ചെയ്യോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇതെന്താണ്? ഒരു സ്റ്റീരിയോ സെലക്റ്റീവ് റിയാക്ഷൻ ആണ്. ഓക്കെ, നോട്ട് വോട്ട് സ്റ്റീരിയോ സ്പെസിഫിക്. സ്റ്റീരിയോ സ്പെസിഫിക് ആണോ? അല്ല. ഒരു പ്രൊഡക്റ്റ് മാത്രമാണോ വരുന്നത്? അല്ല. സ്റ്റീരിയോ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് മാത്രം. സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേജർ മൈനർ എന്നൊക്കെ പറയുന്നത് പോലെ. ഓക്കെ, ഇതാണ് ക്രാംസ് റൂൾ. എന്നിട്ട് ഓപ്ഷൻ നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കൺഫോമേഴ്സ് ഓഫ് കൈറാൽ കാർബൺ കണ്ടെയ്നിങ് കീറ്റോൺ. കറക്റ്റ് ആണല്ലോ, കൈറാൽ കാർബൺ കണ്ടെയ്നിങ് കീറ്റോൺസ്. ഇനി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കൺഫർമേഷൻ ഓഫ് സൈക്ലിക് കോമ്പൗണ്ട്സ് ആണോ? അല്ല, തെറ്റാണ്. ഇനി പ്രിഡിക്ട് ദ സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് അഡിഷൻ റിയാക്ഷൻ ഓഫ് കാർബണൈൽ കോമ്പൗണ്ട് അല്ലേ? സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് ഒരു ന്യൂക്ലിയോ ഫൈലിൻ്റെ അഡിഷൻ ആണ്, വിച്ച് ഇസ് അഗെയിൻ കറക്റ്റ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കൈറാൽ ആൽഡിഹൈഡ്സ്. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണ്? ആൽഡിഹൈഡും ഉണ്ട്. സോ ഓപ്ഷൻ എന്തായിരിക്കും? 1, 3 ആൻഡ് 4 വരും. ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, വെൻ ആൽക്കഹോൾ ഈസ് ട്രീറ്റഡ് വിത്ത് തയോണൈൽ ക്ലോറൈഡ് ദ പ്രൊഡക്റ്റ് ഫോംഡ് ആർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൽക്കഹോള് തയോണൈൽ ക്ലോറൈഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഡാർസൻസ് റിയാക്ഷൻ ആണ്, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് അല്ലേ? RCl ഫോം ചെയ്യും. എന്താണ് മെക്കാനിസം? എന്താണ്? SNI മെക്കാനിസം, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇന്റേണൽ. ഓക്കെ, കാര്യങ്ങൾ അറിയാം. ഓപ്ഷൻ സി. 70 the intermediate formed in Riemann-Tiemann reaction. യെസ്, നമ്മുടെ സാലിസിൽ ആൽഡിഹൈഡ് അല്ലേ? യെസ്, ഫിനോള് ക്ലോറോഫോമും KOH എന്താണ് ഇന്റർമീഡിയറ്റ് ഓഫ് മെക്കാനിസം ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്? നമ്മുടെ ഡൈക്ലോറോ കാർബീൻ ഒരു ഇലക്ട്രോഫൈലാണ്. ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. യെസ്. 71 which is not a rearrangement reaction. Lawson rearrangement, Favosky rearrangement, അതേപോലെ ഡംജനോവ് റിയറേഞ്ച്മെന്റ്. ഓക്കെ, എന്താണ് ഹെക്ക്? എന്താണ് ഹെക്ക്? ഇസ് എ കപ്ലിംഗ് റിയാക്ഷൻ. അപ്പോൾ ജസ്റ്റ് നെയിം അറിഞ്ഞാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എഴുതാൻ പറ്റും. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. ഇസ് നോട്ട് എ റീഅറേഞ്ച്മെന്റ്. ഹെക്ക് എന്താണ്? ഒരു കപ്ലിംഗ് റിയാക്ഷൻ ആണ്. 72 which of the following statement when alkene is treated with the rearrangement diimide? അപ്പോൾ ഒരു ആൽക്കീൻ എടുക്കുന്നു, ഇതാണ് നമ്മുടെ ആൽക്കീൻ എന്ന് വിചാരിക്കുക, CH2. ഓക്കെ, ഓർ ഐ വിൽ റൈറ്റ് CR2. ഇതായിരിക്കും നല്ലത്, CR2. എന്നിട്ട് ഇത് ആരുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? ഡൈഇമൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഇസ് യുവർ ഡൈഇമൈഡ്. അപ്പോൾ ഇവിടെ എന്താ നടക്കുക? ഇങ്ങനെ ഒരു CR. ഓക്കെ, CR ഇവിടെ ഇങ്ങനെ വരും. യെസ്, നോക്കിക്കോളൂ, ഇവിടെ ഇങ്ങനെ. ഓക്കെ, N ഇവിടെ എന്ത് വരും? H എന്നുള്ള രീതിയിൽ ഇവിടെ ഇങ്ങനെ ഒരു യെസ്, സോറി ഫോർ ദിസ്, എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് മുകളിലോട്ട് വരക്കാം അല്ലേ? ദിസ് ഇസ് യുവർ H. ഓക്കെ, ഇങ്ങനെ വരും. അതായത് ഇറ്റ് ഫോംസ് എ സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇത് ശരിയാണോ? യെസ്, ഒരു സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് അല്ലേ? ദിസ് ഇസ് എ സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇറ്റ് ഇൻവോൾവ്സ് അഡിഷൻ റിയാക്ഷൻ ആണോ? നോക്കി, ഇവിടെ എന്ത് വരും? അടുത്ത് എന്തായിരിക്കും? CR ഇവിടെ ഉണ്ടാകും, ഒരു H ഉണ്ടാകും, പിന്നെ എന്തുണ്ടാകും? C ഉണ്ടാകും, RR ആൻഡ് വോട്ട് H. ഇതെന്തായിരിക്കും? ഒരു സിൻ അഡിഷൻ ആണ്. വാട്ട് ഇസ് ദിസ്? ഒരു സിൻ അഡിഷൻ. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് അഡിഷൻ റിയാക്ഷൻ. ശരിയാണ്. ഡൈഇമൈഡ് ആക്ട് ആസ് എ റെഡ്യൂസിങ് ഏജന്റ്. ഓഫ് കോഴ്സ് റെഡ്യൂസിങ് ഏജന്റ് ആണല്ലേ? യെസ്, കാരണം എന്താ? ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ടും റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. എന്താണ്? ഓൾ ഓഫ് ദി എബവ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ട്, സിൻ അഡിഷൻ, അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. നെക്സ്റ്റ് വൺ, when isotopic substitution is done at the position where bond is being broken, it belongs to അങ്ങനെ. അതായത് ഐസോടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കണേ മക്കളെ, ഐസോടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് ബോണ്ട് ബ്രേക്ക് ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നതോ ആയിട്ടുള്ള പൊസിഷനിലാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, പ്രൈമറി ഐസോടോപ്പിക് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി വാട്ട് ഈസ് ആക്ച്വലി സെക്കൻഡറി ഐസോടോപ്പിക് എഫക്റ്റ്? ഐസോടോപ്പിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, നോട്ട് ഡയറക്റ്റ്ലി ഇവർ എന്തായിരിക്കും ഇൻവോൾവ് ആയിരിക്കത്തില്ല, നോട്ട് ഡയറക്റ്റ്ലി ഇൻവോൾവ്. അതായത് ബോണ്ട് ബ്രേക്ക് ചെയ്തതോ ബോണ്ട് ഫോം ചെയ്തതായിരിക്കുന്ന പൊസിഷനിലായിരിക്കത്തില്ല, മറിച്ച് എന്തായിരിക്കും നിയർ ബൈ സൈറ്റ്സിലാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? സെക്കൻഡറി ഐസോടോപ്പിക് എഫക്റ്റ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, 73A വരും. 74, the method of finding starting material from target molecule is called എന്താടാ? അതായത് ഒരു പ്രൊഡക്റ്റ് നമുക്ക് തന്നു, എന്നിട്ട് നമ്മൾ റിയാക്ടൻറ്റിലേക്ക് വരുന്ന ഒരു പ്രോസസ്സ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെട്രോസിന്തസിസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് റെട്രോസിന്തസിസ് എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക? യെസ്, ഇങ്ങനെ അല്ലേ? ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, ദ മെറ്റൽ പ്രസൻറ്റ് ഇൻ ടെബ്സ് റിയേജൻറ്റ്. റിയേജൻസിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അറിയണം, സിമ്പിളായിട്ട് ചോദിച്ചു അല്ലേ? എല്ലാം അതാ ഞാൻ പറഞ്ഞ റിയേജൻസിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ യെസ്, ദിസ് ഇസ് ടെബ്സ് റിയേജൻറ്റ് അല്ലേ? CH2 ClAlCH3 ട്വൈസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഏതൊക്കെയാണടാ? ടൈറ്റേനിയം ഉണ്ട്, അതേപോലെ ആരും ഉണ്ട്? യെസ്, അലൂമിനിയവും ഉണ്ട്. ഓപ്ഷൻ ഏതായിരിക്കും? ബി. നെക്സ്റ്റ് വൺ, പാരലൽ സിന്തസിസ് ഇസ് എ മെത്തേഡ് റിലേറ്റഡ് ടു. അതായത് എന്താണ് ഈ പാരലൽ സിന്തസിസ്? ടു സിന്തസൈസ് മെനി കോമ്പൗണ്ട്സ് സൈമൾട്ടേനിയസ്ലി. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാരലൽ സിന്തസിസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി എ ടൈപ്പ് ഓഫ് കോമ്പിനറ്റോറിയൽ സിന്തസിസ്. ഇത് അറിഞ്ഞിരിക്കണം, മേ ബി ഇത് അറിഞ്ഞിരിക്കണം, ഈ ഒരു ചോദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കോമ്പിനറ്റോറിയൽ സിന്തസിസ്. ഓർലോൺ ഈസ് എ മോണോമർ ഓഫ്. ഓർലോൺ ആക്ച്വലി ഒരു മോണോമർ അല്ല, മറിച്ച് പോളിമറാണ് അല്ലേ? ഓർലോൺ ഒരു പോളിമറാണ് അല്ലേ? പോളിമർ ഓഫ് എന്താണ്? പോളി അക്രിലോനൈട്രൈൽ ആണ് അല്ലേ? അക്രിലോനൈട്രൈൽ. ആക്ച്വലി ഇതിൽ ചോദ്യത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ? ഓർലോൺ ഈസ് എ മോണോമർ ഓഫ്. ഓക്കെ, ആക്ച്വലി അക്രിലോനൈട്രൈൽ ഈസ് എ മോണോമർ ഓഫ് വോട്ട്? ഓർലോൺ എന്നാണ് പറയേണ്ടത്. അപ്പോൾ അക്രിലോനൈട്രൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? CH2CHCN. ഓക്കെ, ദിസ് ഇസ് യുവർ അക്രിലോനൈട്രൈൽ. ഇതിൻ്റെ പോളിമറാണ് എന്ത്? പോളി അക്രിലോനൈട്രൈൽ. അതാണ് മക്കളെ എന്ത്? ഓർലോൺ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ സിൻസ് ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇതെന്തായിരിക്കും? അക്രിലോനൈട്രൈൽ. പക്ഷേ ഈ ചോദ്യം എന്താണ്? തെറ്റാണ്, ഒരു ക്ലാരിറ്റി ഇല്ല. 78, എന്താണ് ഈ റിയാക്ഷൻ എന്താണെന്നാണ്. അപ്പോൾ ഇതെന്താണ്? പെറ്റർനോ ബുച്ചി റിയാക്ഷൻ ആണ്. ഓപ്ഷൻ ബി. പക്ഷേ ഇവിടെ നോക്കണം, ഇവിടെ ആക്ച്വലി ആറും R' ഇവിടെ കൊടുത്തിരിക്കണം. അപ്പോൾ ഇവിടെയും ഒരു ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നുന്നു, ഫീൽ ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് സി. കാരണം ഈ ബോണ്ട് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു കാര്യമില്ല അല്ലേ? യെസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സെയിം സംഭവമാണ് അല്ലേ? ഓക്സിറ്റൈൻ ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, യെസ്, ഓക്സിറ്റൈൻ. 79, ഹൗ മെനി H1 NMR സിഗ്നൽ ഈസ് ഒബ്സർവ്ഡ് ഇൻ ഡൈഇഥൈൽ സക്സിനേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഡൈഇഥൈൽ സക്സിനേറ്റ്? CH3 CH2 COOET അല്ലേ? ഓക്കെ, ഡൈഇഥൈൽ സക്സിനേറ്റ് CH2 പിന്നെന്താണ്? CH2. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൈഇഥൈൽ. അതായത് ഓക്കെ, ഡൈഇഥൈൽ സക്സിനേറ്റ് എന്ന് പറയുമ്പോൾ യെസ്, 2 CH2 ഗ്രൂപ്പ്സ് ഉണ്ടാവും അല്ലേ? ഇതിനെയാണ് ഡൈഇഥൈൽ സക്സിനേറ്റ്. അപ്പോൾ എത്ര H1 NMR സിഗ്നൽസ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കോളൂ, ഇത് ഒരാളാണല്ലേ? യെസ്, ദിസ് ഇസ് 1, ദിസ് ഇസ് എ ഡിഫറെൻറ്റ് CH ആൻഡ് ദിസ് 1. ഈ രണ്ടാളും കൂടെ എന്തായിരിക്കും? ഒരാൾ. ഓക്കെ, എത്ര സിഗ്നലാണ്? 3 സിഗ്നൽ. ഇതെന്ത് തന്നെയാണ്? സെയിം ആണ്. ഓക്കെ, സിമിലർ എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ ഇത് ഇയാളും എന്തായിരിക്കും? ഇയാളും എന്താണ്? സിമിലർ എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ ഇൻ ടോട്ടൽ എത്ര വരും? യെസ്, ഓപ്ഷൻ ബി, 3 സിഗ്നൽ വരും. ക്വസ്റ്റ്യൻ നമ്പർ 80, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ഐഡൻറ്റിഫൈ വോട്ട് ഇനാൻഷ്യോമേഴ്സ്? ഏതൊക്കെയാണ്?
ഒ ആർ ഡിയും അതേപോലെ സി ഡിയുമാണ്. എന്താണ് ഒ ആർ ഡി? ഒപ്റ്റിക്കൽ റൊട്ടേറ്ററി ഡിസ്പേർഷൻ. റൊട്ടേറ്ററി ഡിസ്പേർഷൻ. ആൻഡ് സി ഡി എന്ന് പറഞ്ഞാൽ സർക്കുലർ ഡൈക്രോയിസം. സർക്കുലർ ഡൈക്രോയിസം. ഓക്കെ, രണ്ടും എന്തിനാണ്? യൂസ് ടു ഡിസ്റ്റിങ്ക്യൂഷ് വോട്ട്? ഡിസ്റ്റിങ്ക്യൂഷ് യുവർ ഇനാൻഷ്യൂമേഴ്സ്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കണം. ഓക്കെ, രണ്ട് ഒപ്റ്റിക്കൽ റൊട്ടേറ്ററി ഡിസ്പേർഷനും സർക്കുലർ ഡൈക്രോയിസും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 81 ഡെൽറ്റ എസ് കണ്ടുപിടിക്കാനാണ്. നമ്മൾ എല്ലാ പ്രോസസ്സിനും 5 പ്രോസസ്സ് അല്ലേ, ഐസോകോറിക്, ഐസോബാറിക്, അതേപോലെ ഐസോ തേർമൽ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ്? ഐഡിയൽ ഗ്യാസ് ഹീറ്റിംഗ് ഫ്രം ഇനീഷ്യൽ ടെമ്പറേച്ചർ T1 to T2 അണ്ടർ ഐസോബാറിക് കണ്ടീഷനാണ്. ഐസോബാറിക് പ്രോസസ്സിൻ്റെ Q റിവേഴ്സിബിൾ ബൈ T കൊടുക്കുക, NCP/DT ബൈ T കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതേപോലെ 2.303 NCP log TF ബൈ TI ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ സി നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, യെസ്. നൗ the van der Waals constant A and B are related to Boyle's temperature. ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? യെസ്. The temperature at which a real gas behaves has ideally over a range of pressure. ഓക്കെ, ടി ബി എങ്ങനെയാണ്? യെസ്, ടി ബി is equal to A by BR. ഓക്കെ, that's it. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 83 മാക്സ്വെൽ റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ തെർമോഡൈനാമിക് റിലേഷൻ. അപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്യണോ? വേണ്ട അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ഒരു എസ് പി വി ടി ഇങ്ങനൊരു ബോക്സ് വരും അല്ലേ? എന്നിട്ട് എസിൽ നിന്ന് ടിയിലേക്ക് ഇങ്ങനൊരു ആരോ ഒക്കെ കൊടുക്കും. ഇങ്ങനൊരു ബോക്സ് വരയ്ക്കും അല്ലേ? എന്നിട്ട് എന്തായിരിക്കും? എസ് പി വി ടി തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? ഡോ എസ് ബൈ ഡോ പി അല്ലേ? ഡോസ് ബൈ ഡോ പി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? യെസ്, ഡോ വി ബൈ ഡോ ടി എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതും. എന്നിട്ട് നമുക്ക് കോൺസ്റ്റൻസ് നോക്കണം അല്ലേ? ഈ കോൺസ്റ്റൻസ് എന്താണെന്ന് നോക്കണം. അപ്പോൾ എസിൻ്റെ ഓപ്പോസിറ്റ് എന്താ? എസിൻ്റെ ഓപ്പോസിറ്റ് ആരാണ്? ടി. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? ടി എന്ന് എഴുതും. ഓക്കെ, ഇനി വീൻ്റെ ഓപ്പോസിറ്റ് എന്താ? പി. വീൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പി. ഇനി നമുക്ക് സൈന് നോക്കണം. സൈൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? എസിൽ നിന്ന് ടിയിലേക്ക് വരുന്നു അല്ലേ? ഈ കോൺസ്റ്റൻറ്റിലേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? പോസിറ്റീവ്. ഇനി ഈ കോൺസ്റ്റൻറ്റ് നോക്കിയേ, പി. പിയിൽ നിന്ന് അകന്നു പോവുകയാണ് അല്ലേ? ആരോ. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇത് നമുക്ക് ഷോർട്ട് കട്ടായിട്ട് മനസ്സിലാക്കി വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നെക്സ്റ്റ് വൺ, ദ യെല്ലോ കളർ ഡെവലപ്ഡ് ഇൻ NaCl വെൻ ഇറ്റ് ഇസ് ഹീറ്റഡ് ഇൻ സോഡിയം വേപ്പർ ഇസ് ഡ്യൂ ടു. ഇതൊക്കെ മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ ആനയോൺ വേക്കൻസിയിൽ നമ്മൾ അതേപോലെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്തായിരിക്കും? Na ഹീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? Na പ്ലസും ഇലക്ട്രോണുമായിട്ട് മാറും. എന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഒരു Cl മൈനസിനെ ഇവരങ്ങ് പിടിയും. എന്നിട്ട് NaCl ആവും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഒരു ഇലക്ട്രോൺ ഇവിടെ വരും. ഈ ഇലക്ട്രോൺ ആണ് നമ്മുടെ എന്ത്? യെസ്, കളറിന് കാരണം. ഓക്കെ, Cl മൈനസ് അയോൺ വേക്കൻസീസ് ഫിൽഡ് വിത്ത് ഇലക്ട്രോൺസ്. ഇവിടെയുള്ള ഈ Cl ആണ് ഈ Na പ്ലസിൻ്റെ കൂടെ പോയിട്ട് NaCl ആയത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ ഇവിടെ വരും. ഈ Cl മൈനസിൻ്റെ വേക്കൻസിയിലേക്ക് വരും. അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ ബി. ഇതേപോലെ പൊട്ടാഷ്യം ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും കളറ്? വയലറ്റ് ഒക്കെ ആയിരിക്കും. ഓക്കെ, ആലോചിച്ച് വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 85 ദ സാക്കർ ആണ് കേട്ടോ. ദ സാക്കർ ടെട്രോഡ് ഇക്വേഷൻ ഈസ് യൂസ് ടു ഒബ്റ്റെയിൻ ദ എൻട്രോപ്പി ഓഫ് ഏതാണ്? മോണോ അറ്റോമിക് ഐഡിയൽ ഗ്യാസ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൽ നിന്നുള്ള ചോദ്യമാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്. ഈസി ആയിട്ട് പഠിച്ചെടുക്കാം കേട്ടോ. യെസ്. 86 which the following characterization method belongs to scanning probe microscopy. യെസ്, പ്രോബ് മൈക്രോസ്കോപ്പിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഏതൊക്കെയാണ്? യെസ്, അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി ആയിരിക്കും അല്ലേ? വേറൊന്നുള്ളത് സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പി. ഓക്കെ, STM എന്നൊക്കെ നമ്മൾ വിളിക്കും. STM. നെക്സ്റ്റ് വൺ 87 ഡിബേ-ഹക്കൽ ലിമിറ്റിംഗ് ലോ അല്ലേ? ലോഗരിതം ഓഫ് മീൻ അയണിക് ആക്ടിവിറ്റി ഇസ് റിലേറ്റഡ് ടു എങ്ങനെയാണ്? യെസ്, ഇറ്റ് ഈസ് -A Z+Z- എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ഇവിടെ ലോഗ്. യെസ്, ഓക്കെ, അതായത് അയണിക് സ്ട്രെങ്ത്തിൻ്റെ റൂട്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് അയണിക് സ്ട്രെങ്ത്. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 88 ദ റിവേഴ്സൽ ഓഫ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോ ഓസ്മോട്ടിക് ഫ്ലോ. യെസ്, ഇലക്ട്രോ ഓസ്മോട്ടിക് ഫ്ലോ EOF. ഇതിൻ്റെ ഡയറക്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, റിവേഴ്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണടാ?
യെസ്, പൊളാരിറ്റി ചേഞ്ച് ചെയ്താൽ മതി അല്ലേ. അതായത് ഈ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സർഫസ് ചാർജിനെയും ഡിപ്പെൻഡ് ചെയ്യും, അതേപോലെ ആരെയും ഡിപ്പെൻഡ് ചെയ്യും? യെസ്, പൊളാരിറ്റി ഓഫ് ഇലക്ട്രോഡിനെയും ഡിപ്പെൻഡ് ചെയ്യും. പൊളാരിറ്റി ഓഫ് ഇലക്ട്രോഡ്. ഓക്കെ, നമ്മൾ പൊളാരിറ്റി ഓഫ് ഇലക്ട്രോഡ് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? ഇലക്ട്രോസ്മോട്ടിക് ഫ്ലോയും എന്ത് ചെയ്യും? റിവേഴ്സ് ആക്കും. സോ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ ഡി. 89. The primary kinetic salt effect. Okay, this one you have to know. Primary kinetic salt effect ആണ് അല്ലേ. യെസ്, ബിക്കം സിഗ്നിഫിക്കൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഡിബൈ-ഹക്കൽ നേരത്തെ കണ്ടല്ലേ, ഡിബൈ-ഹക്കൽ തിയറിയുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ബേസിക്കലി പറയുന്നത് റിയാക്ഷൻ റേറ്റ് അയണിക് സ്ട്രെങ്ത്തിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് അല്ലേ, അയണിക് സ്ട്രെങ്ത്. അപ്പോൾ അയണിക് സ്ട്രെങ്ത് ആണെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആവുക എപ്പോഴാണോടാ? യെസ്, ബിക്കം സിഗ്നിഫിക്കൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോത്ത് റിയാക്ടൻറ്റ് അയോൺസ് ആകുമ്പോൾ, ബോത്ത് റിയാക്ടൻറ്റ് അയോൺസ് ആകുമ്പോൾ. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്രൈമറി കൈനറ്റിക് സോൾട്ട് എഫക്റ്റ്. എ. 90. ദ എൻസൈം കാറ്റലിസിസ്. എൻസൈം കാറ്റലിസിസിൽ ടേൺ ഓവർ നമ്പറിനെ പറ്റിയാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ, ടേൺ ഓവർ നമ്പർ. അതായത് നമ്മുടെ സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു ആര്? നമ്മുടെ എൻസൈം. അതിൻ്റെ യെസ്, ഇവിടെ എന്തുണ്ടാവും? ആക്റ്റീവ് സൈറ്റ് ഉണ്ടാകും അല്ലേ, ആക്റ്റീവ് സൈറ്റ്. എത്രത്തോളം ആക്റ്റീവ് സൈറ്റിൽ, ഒരു ആക്റ്റീവ് സൈറ്റിൽ എത്രത്തോളം സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അതാണ് ഇവിടെ പറയുന്നത്. ദ ടേൺ ഓവർ നമ്പർ ഓഫ് എൻ എൻസൈം ഇസ് ദി മാക്സിമം നമ്പർ ഓഫ് സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ദറ്റ് എ സിംഗിൾ ആക്റ്റീവ് സൈറ്റ്, ഒരു സിംഗിൾ ആക്റ്റീവ് സൈറ്റിന് കൺവേർട്ട് ഇൻ ടു പ്രൊഡക്റ്റ്. ഓക്കെ, ഒരു സിംഗിൾ ആക്റ്റീവ് സൈറ്റിന് എത്ര സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, ടേൺ ഓവർ നമ്പർ എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ഈസ് എന്താണ്? ദ മാക്സിമം റേറ്റ് ഓഫ് ദ ഇതാണോ? അല്ല, എന്താണ്? യെസ്, ഓപ്ഷൻ സി ആണ് അല്ലേ. ദ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ കൺവേർട്ടഡ് പെർ ആക്റ്റീവ് സൈറ്റ് പെർ സെക്കൻഡ് എന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് യുവർ ഓപ്ഷൻ സി. 91. ഡീപ് ബ്രോയ് വേവ് ലെങ്ത്തിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. യെസ്, ഇത് നമ്മൾ പറഞ്ഞതാണ്. ലാംഡ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? h/√2mEv അല്ലേ. മൊമെൻറ്റത്തിനെ പീനെ നമുക്ക് എങ്ങനെ എഴുതാം? പൊട്ടൻഷ്യലിൻ്റെ ടേംസിൽ നമ്മൾ എഴുതിയതാണ് അല്ലേ, √2mEv എന്നൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട് 100V 1000V അല്ലേ. അപ്പോൾ V1 ഞാനിവിടെ കൊടുക്കാം 100V, V2 എന്തെടുക്കാം? 1000V എന്നുള്ള രീതിയിൽ കൊടുക്കാം. അപ്പോൾ ലാംഡ വൺ എങ്ങനെയായിരിക്കും ഇവിടെ? ലാംഡ 1 is equal to h/√2mE 100 അല്ലേ, ദാറ്റ് ഈസ് 100. ഇവിടെ എന്തായിരിക്കും? ഇവിടെ V2 ആണെങ്കിൽ ലാംഡ 2 ആണെങ്കിൽ എന്തായിരിക്കും? h/√2mE × 1000 എന്നുള്ള രീതിയിൽ വരും. സോ നമ്മൾ ലാംഡ 1/ലാംഡ 2 എടുക്കുകയാണെങ്കിൽ എന്ത് വരും ഇവിടെ? √1000/100 എന്ന് വരും. സോ ക്യാൻസൽ ചെയ്തോളൂ. എന്തായിരിക്കും? യെസ്, √10 അല്ലേ. ലാംഡ 1 is equal to √10 × ലാംഡ 2 എന്നുള്ള രീതിയിൽ വരും. സോ അങ്ങനെയുള്ള ഓപ്ഷൻ ഏതാണ്? യെസ്, ഏതായിരിക്കും? ഓപ്ഷൻ സി അല്ലേ. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും, ഓപ്ഷൻ സി. 92. The wave function of simple harmonic oscillator are obtained in terms of എന്താണ്? ഹെർമൈറ്റ് പോളിനോമിയൽസ് ആണ് അല്ലേ. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഹെർമൈറ്റ് പോളിനോമിയൽസ്. ലെഗ്രാൻഡെ എന്നൊക്കെ പറയുന്നത്, അസോസിയേറ്റഡ് ലെഗ്രാൻഡെ ഒക്കെ എന്താണ്? ഹൈഡ്രജൻ ആറ്റവുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, നമ്പർ 93. Excluding J values, the ground state term symbol for V2 plus and CO2 plus. അപ്പോൾ V2 പ്ലസ് വനേഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? 3D3. ഓക്കെ, അപ്പോൾ V2 പ്ലസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3D3 ആണല്ലേ. അപ്പോൾ യെസ്, 2s + 1l എന്നുള്ള രീതിയിൽ അല്ലേ. 3D3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, 1 2 3 4 5. 3D3 എന്ന് പറഞ്ഞാൽ 1 2 3. ഓക്കെ, 2s + 1 എന്ന് പറഞ്ഞാൽ 2 × 3/2 + 1 ദാറ്റ് ഈസ് 4. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്താണ്? 2s + 1ൻ്റെ വാല്യൂ എത്രയാണ്? യെസ്, 4. എല്ലിൻ്റെ വാല്യൂ +2 + 1 0 എന്തായിരിക്കും? യെസ്, 4f എന്നുള്ള രീതിയിൽ വരും. കാരണം എല്ലിൻ്റെ വാല്യൂ 3 ആയിരിക്കും. ഇനി എന്താ? കൊബാൾട്ട് 2+, CO2+, എന്തായിരിക്കും? 3D7 ആണല്ലേ. യെസ്, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 and 7. അഗെയിൻ 3 അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്.
2s+1ൻ്റെ വാല്യൂ എന്ത് വരും? യെസ്, അഗെയിൻ 4 വരും. ആൻഡ് എൽ വാല്യൂ എന്ത് വരും ഇവിടെ? എൽ വാല്യൂ +2 +1 -1 -2. അപ്പോൾ എന്തായിരിക്കും? ആദ്യത്തെ എല്ലാം ക്യാൻസൽസ് ഔട്ട് ആവും. ഇതും മാത്രം നോക്കിയാൽ മതി അല്ലേ? എന്തായിരിക്കും? 3. അഗെയിൻ എന്ത് വരും? യെസ്, ദാറ്റ് ഈസ് 4f എന്ന് തന്നെ വരും. സോ ദാറ്റ് ഈസ് 4f ആൻഡ് 4f, ഓപ്ഷൻ എ. 94. According to Dulong-Pettit law, the molar heat capacity at constant volume, CV, എങ്ങനെ വരും? That is 3R എന്ന് വരും അല്ലേ? For volume of most solid elements, CV എന്തായിരിക്കും? 3R ആയിരിക്കും. ആറിൻ്റെ വാല്യൂ എന്താണ്? ഇവിടെ കലറിയിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? 3 × 2 കലറി അല്ലേ? ആറിൻ്റെ വാല്യൂ 2 കലറി ആണ്. ആറിൻ്റെ ജൂളിലാണെങ്കിൽ എന്തായിരിക്കും? 8.314 എന്നുള്ള രീതിയായിരിക്കും. സോ ദാറ്റ് ഈസ് 3 × 2 എന്ത് വരും? 6 കലറി കെൽവിൻ പെർ മോൾ എന്ന് നമുക്ക് ആൻസർ വരും. ഓപ്ഷൻ ബി. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 95. Which of the following correctly describes the line pattern observed in rotational spectrum of rigid diatomic molecule? Okay, rigid diatomic molecule ആണെങ്കിൽ യെസ്, diatomic molecule, each line is separated by, okay, each line separated by, നോക്കണേ, each line separated by എന്തായിരിക്കും? 2p. lines are equally spaced by എന്തായിരിക്കും? 2p. ഓപ്ഷൻ ഡി. 96. Which of the following statement is correct for Eriochrome black tea? ഓക്കെ, ഇത് അറിഞ്ഞിരിക്കണം. എന്താണ് ഇതിൻ്റെ എഫക്റ്റീവ് pH റേഞ്ച് എന്ന് പറയുന്നത്? എന്താണ്? 8.1 to 12.4 ആണ്. ഇവരെ യൂസ് ചെയ്യുന്നത് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷനിലാണ് അല്ലേ? കോംപ്ലക്സോമെട്രിക് ടൈട്രേഷനിൽ യൂസ് ചെയ്യുന്നതാണ് അല്ലേ? മെറ്റൽ അയോൺ ഇൻഡിക്കേറ്റർ ആയിട്ട്. മെറ്റൽ അയോൺ ഇൻഡിക്കേറ്റർ. ഓക്കെ, ഓപ്ഷൻ സി. 97. In the thermogravimetric analysis അല്ലേ, TGA, സിംപ്ലി ആക്സിസ് ആണോടാ ചോദിക്കുക. DSC എല്ലാത്തിലും എന്താ? ആക്സിസ് ആണ് നിങ്ങളോട് ചോദിക്കുക. എങ്ങനെ കണ്ടുപിടിക്കാം? വെയിറ്റ് റിട്ടൈൻഡ് വേഴ്സസ് എന്താണ്? ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ ഉള്ള ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി അല്ലേ? കണ്ടക്ടിവിറ്റി ആണോ? അല്ല. പിന്നെന്താ? വെയിറ്റ് ചേഞ്ച് എഗെയിൻസ്റ്റ് കണ്ടക്ടിവിറ്റി ആണോ? അല്ല. റെസിസ്റ്റൻസ് ആണോ? അല്ല. The mass of a sample is measured over time as the temperature changes. ഓപ്ഷൻ ബി. സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും അല്ലേ? TGA. ഇവിടെ വെയിറ്റ് റിട്ടൈൻഡ് മാസ് ഓഫ് സാമ്പിൾ ഓവർ ടൈം ആസ് ടെമ്പറേച്ചർ ചേഞ്ചസ്. ഓപ്ഷൻ ബി. 98. After molecular recognition, the complex formation takes place. അപ്പോൾ കോംപ്ലക്സ് ഫോം ചെയ്തു എന്ന് പറഞ്ഞാൽ നോക്കിക്കോളെ, കോംപ്ലക്സ് ഫോം ചെയ്തു എന്ന് പറഞ്ഞാൽ ബേസിക്കലി ΔG എന്തായിരിക്കും? ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. ΔG എന്തായിരിക്കും? നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ΔG പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അല്ലേ, ഒരു സംഭവം ഫോം ചെയ്താൽ അല്ലേ, ബോണ്ട് ബ്രേക്കിംഗ് ആണെങ്കിൽ ബോണ്ട് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അല്ലേ? ഒരു സംഭവം ഫോർമേഷൻ ചെയ്തു, അങ്ങനെയാണെങ്കിൽ അത് സ്പോണ്ടേനിയസ് ആയിരിക്കും എന്ന് പറയാം. ΔG എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അടുത്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ΔH ഓഫ് ദ കോംപ്ലക്സ് ഷുഡ് ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരാളായിരിക്കും ആൻസർ അല്ലേ? അപ്പോൾ ΔG ഈസ് ഈക്വൽ ടു ΔH മൈനസ് T∆S. അപ്പോൾ സ്വാഭാവികമായിട്ടും ΔG നെഗറ്റീവ് കിട്ടണമെങ്കിൽ ഇതെന്തായിരിക്കണം? ഇത് പോസിറ്റീവ് ആകുന്നത് ഫേവറബിൾ ആയിരിക്കത്തില്ല, ഇതെന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ ബി, തെർമോഡൈനാമിക്സ്. 99. Which of the following is not involved in principles of green chemistry? അപ്പോൾ 12ഓളം പ്രിൻസിപ്പിൾസ് ഉണ്ടടാ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആദ്യത്തേത് പ്രിവെൻഷൻ ഓഫ് വേസ്റ്റ്. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അല്ലേ? ആറ്റം എക്കണോമി. പിന്നെന്താണ്? വോളറ്റൈൽ സോൾവെൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ്? തെറ്റാണോ? എന്താണ്? യൂസ് ഓഫ് സേഫർ സോൾവെൻറ്റ് ആൻഡ് ഓക്സിലറീസ്. പ്രിഫറബിളി നോൺ ടോക്സിക് ആയിരിക്കണം ആൻഡ് നോൺ വോളറ്റൈൽ ആയിരിക്കണം. ഓക്കെ, അതായത് വോളറ്റൈൽ ആവരുത്, എന്തായിരിക്കണം? നോൺ വോളറ്റൈൽ ആയിരിക്കണം. ഓക്കെ, സോ ഇത് മൂന്നും ഉണ്ട്. സി എന്താണ്? തെറ്റാണ്. ആൻഡ് ഫൈനലി ലാസ്റ്റ് വൺ, ദ മെറ്റൽ യൂസ്ഡ് ഇൻ ഫസ്റ്റ് സക്സസ്ഫുൾ മാഗ്നറ്റിക് റെഫ്രിജറേറ്റർ ഡിവൈസ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഗഡോലിനിയമാണ് കേട്ടോ. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ടാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇത് അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എല്ലാം ഒന്നും ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല അല്ലേ? കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ 50 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഈ ഒരു മെത്തേഡിലാണ് നിങ്ങൾ പഠിച്ചു വരേണ്ടത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്ത് പോവുക. നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ഗൈസ്.